ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ചിട്ട് അധികം വെയിറ്റ് കൂടരുതെന്ന് ഡോക്ടർ കർശനായിട്ട് പറഞ്ഞു. അപ്പൊ ഒരുവിധം നല്ലപോലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. കണ്ടപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രായം വരുമ്പോ കുറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. സാറിന് എന്ത് പറ്റിയതാ? പഴയ ഒരു സാറിന് കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഷുഗർ കുറച്ച് കൂടിയപ്പോ ഡോക്ടർമാര് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞതാണ്. നമുക്ക് പൈസയൊക്കെ വേണമെങ്കിൽ ഒരുപാട് വരും, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ആരോഗ്യം സർവ്വധനത്താൽ പ്രധാനം പറയുന്നത് അതാണ്. സാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കണം. ഞാൻ ഇത്ര വലിയ ആളാന്നുള്ള മനസ്സിലായത് ഇപ്പോഴാണ്. എല്ലാരും കമന്റ് ഇടുന്നത് അവർക്കൊക്കെ ഭയങ്കര വിഷമം തോന്നി എന്നാ പറയുന്നത്. സാറിനെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നുന്നു എന്നാ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി ഒരുപാട് പേരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. സർവശക്തനോട് ഞാൻ നന്ദി പറയുകയാണ്. രാജേന്ദ്രൻ ചേട്ടന്റെ ഈ അവസ്ഥ കണ്ടിട്ട് വിഷമം വരുന്നു. ഒരുമാതിരി ഓവർ ഡ്രിങ്ക് ചെയ്യുന്നവരെ പോലെ. എന്താ ഇത്? നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് വന്നാൽ പോലും, എന്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ പോലും അതിനകത്തൊരു നെഗറ്റീവ് കമന്റ് നമ്മൾ വിചാരിക്കും അത് അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. അവർക്ക് ഭയങ്കര സംതൃപ്തിയാ. ആ സംതൃപ്തി നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കും. നമുക്കത് തോവാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ചേട്ടന് ഇങ്ങനെ പറഞ്ഞു. അത് ആധികാരികമായിട്ട് ഇയാൾ എഴുതിയിട്ട് ഇന്ന പോലെയുള്ള ആൾക്കാരെ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും ആധികാരികമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? വേറെ ഊഹം വെച്ച് നിങ്ങൾ എഴുതും. അപ്പൊ ഒരുപാട് പേര് ആണോ 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 എന്ന് ചോദിച്ചിരുന്നു. വെറുതെ പറയുന്നത് അതൊക്കെ വെറുതെ നെഗറ്റീവ് പറയുന്ന ആളാണ്. അതെ, ഇതുപോലെ ആ വീഡിയോക്ക് താഴെ വന്ന കുറച്ച് കമന്റ്സ് ആണ് ഇതൊക്കെ. സാറ് ഡ്രിങ്ക് ചെയ്തിട്ടാണ് സാറിന് ഈ ഒരു അവസ്ഥ വന്നു എന്നാണ് ചിലർ പറയുന്നത്. ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹെൽത്ത് ഓക്കെയാണ് കംപ്ലീറ്റ്. ഇത്ര വലിയ നാടൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അതെ, 40 ദിവസമായിട്ട് ഞാൻ അതിന്റെ പുറകിലാണ്. ഇത്രയും ആരാധകർ സ്നേഹിക്കുന്ന ഇത്രയും മനുഷ്യരുണ്ടെന്ന് മനസ്സിലാവുന്നത് അതൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നിയില്ലേ? പിന്നെ അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഹെൽത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മളങ്ങനെ ഒരു കൺട്രോൾ ഡയറ്റിൽ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന അനാവശ്യമായ എന്താ പറയുന്ന അനാവശ്യമായ വണ്ണവും അനാവശ്യമായ കൊളസ്ട്രോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് ഹെൽത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത. പക്ഷെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, കന്യാദാനത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ നാടകം എന്ന് പറഞ്ഞാൽ 2-2.5 മാസമായിട്ട് ഇരട്ട വിളക്കം നിന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ നല്ല നമുക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം. ഈ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. എത്രത്തോളം നാൾ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും, എത്രത്തോളം നാൾ ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് കേട്ടിട്ടുള്ളത്.